തദ്ദേശ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ ഒട്ടും പറയാൻ കഴിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ CPM-ൽ പൊട്ടിത്തെറി ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. അവിടെ ഗുണ്ടായിസവും അതുപോലെ തന്നെ ഈ അണികൾ പാർട്ടി മാറുന്നൊരു കാഴ്ചയൊക്കെ സ്ഥിരമാണ്. കോൺഗ്രസിലും ഇത് തന്നെയാണ് അവസ്ഥ. പൊട്ടിത്തെറി, പടലപ്പിണക്കം, ഈ കുടുംബാധിപത്യം, അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോൺഗ്രസിലെ സീറ്റിന് വേണ്ടി ഒരു അധികാരമോഹികളുടെ ഒരു കൂട്ടത്തല്ല് തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ്. അത്തരമൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. CITO ഏരിയ കമ്മിറ്റി അംഗവും തൃശൂർ കൊടുങ്ങല്ലൂരിലെ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശോഭ ജോഷി BJP-യിൽ ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലറാണിവർ. ശോഭ ജോഷി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ ഒരു കൊഴിഞ്ഞു പോക്ക്, ഈ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമുള്ള ഒരു കൊഴിഞ്ഞു പോക്ക്, ഇത് സ്ഥിരം സംഭവമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ശോഭയാണ് ഇപ്പോൾ കൊഴിഞ്ഞു പോയിരിക്കുന്നത്, അതും BJP-യിലേക്ക് ചേർന്നിരിക്കുന്നു. എന്താണ് ഇവർ BJP-യിലേക്ക് വരാനുള്ള കാരണം? എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം? CPM-ന്റെ കൗൺസിലറാണ്. ഒപ്പം തന്നെ നിലവിലെ CITO ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ രാജിവെച്ചുകൊണ്ട് BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ സ്വാതന്ത്ര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ വികസന കാര്യത്തിൽ അടക്കം പാർട്ടി ഒരുപാട് പിന്നോക്കം പോയി എന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശോഭ ജോഷി രാജിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി അവർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലർ ആയിരുന്നു. കഴിഞ്ഞ ടീമിലടക്കം അവർ കൗൺസിലായിട്ട് തുടരുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ CITO ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നതിനാണ് ഇപ്പോൾ രാജ്യം ഉണ്ടായിരിക്കുന്നത്. BJP സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ ശോഭ ജോഷിക്ക് സ്വീകരണം നൽകിയിട്ടുള്ളത്. AN രാധാകൃഷ്ണൻ, അതായത് ഇന്ത്യയുടെ സംസ്ഥാന ചെയർമാൻ AN രാധാകൃഷ്ണനാണ് ശോഭ ജോഷിയെ BJP-യിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കുന്നത് ശോഭ ജോഷി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്നും ഇന്ത്യയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുമെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്.